ഹലോ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അഡീഷനും സബ്ട്രാക്ഷനും. അവിടെ നമ്മൾ ഡിനോമിനേറ്റർ അഥവാ ഛേദം വ്യത്യസ്തമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അതേ ഛേദം എഴുതി അംശങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ സെക്കൻഡ് സെക്ഷനിൽ ഗുണനം ഹരണം, ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നതും ഹരിക്കുന്നതും. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാളും സിമ്പിളാണ് ഗുണനവും ഹരണവും. പക്ഷേ പല കുട്ടികളും ഗുണിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. ഫ്രാക്ഷൻ എവിടെ കണ്ടാലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു രീതി അപ്ലൈ ചെയ്യാറുണ്ട്. അത് ശ്രദ്ധിക്കണം. അത് അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ മാത്രമേ നമ്മൾ ഛേദങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ ഈ ഛേദങ്ങളുടെ LCM ലസാഗുവൊക്കെ എടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഗുണനത്തിൽ വളരെ എളുപ്പമാണ്. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അംശം ന്യൂമറേറ്ററും ഇതിൻ്റെ ന്യൂമറേറ്ററും അംശങ്ങളും തമ്മിൽ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടും. അത് മുകളിൽ എഴുതുക. ബൈ 7 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ 21. ഇത്രയും സിമ്പിളാണ് ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് ആൻസർ തെറ്റിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇത്രയും പഠിക്കാനേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, ഇതിൻ്റെ അംശങ്ങൾ ഏതൊക്കെയാണ്? ന്യൂമറേറ്റർ 1ഉം -2. മൾട്ടിപ്ലൈ ചെയ്താൽ -2 അല്ലേ? ഈ നെഗറ്റീവ് പോസിറ്റീവിൻ്റെ ഒക്കെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ഈ 4 ക്രിയകൾ നമ്മൾ ഇതിൻ്റെയൊക്കെ മുന്നേ ഉള്ള വീഡിയോസിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ ഡിനോമിനേറ്റർ 6 × 3 ആണ്. താഴെ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് എഴുതാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറുതാക്കാം കേട്ടോ. ഇത് 2ഉം 18ഉം കറക്റ്റ് ഡിവിസിബിൾ ആണ് അല്ലേ? 2ഉം 18ഉം ഇരട്ട സംഖ്യകളാണ്. ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് തന്നെ ചെറുതാക്കാം. അതായത് ഈ 2ൻ്റെ പകുതി മുകളിൽ എഴുതുക, മൈനസിൻ്റെ പിന്നെ 1 എഴുതുക പകുതി, 18ൻ്റെ പകുതി 9 എഴുതി കഴിഞ്ഞാൽ ഇതൊന്ന് സിംപ്ലിഫിക്കേഷനും കൂടെ നടക്കും. ഇനി ഇവിടെ നേരെയാണ് മൾട്ടിപ്ലിക്കേഷൻ. 4 × 1. ഇത് ഛേദങ്ങൾ വ്യത്യസ്തമാണോ തുല്യമാണോ ഇതൊന്നും മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലൊന്നും മൈൻഡ് ചെയ്യേണ്ട. അതൊക്കെ അഡീഷനും സബ്ട്രാക്ഷനും. 4 × 1 മേലെ നമുക്ക് 4 കിട്ടുന്നു. താഴെ 3 × 3 9 കിട്ടുന്നു. ഇത് പിന്നെ ഫർദർ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല. 4ഉം 9ഉം കറക്റ്റ് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ മതി. ഇനി നമുക്ക് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ഡിവിഷന് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയതിന് ശേഷം 5/9 എന്ന് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ എന്നുള്ളത് നമ്മൾ ഇൻറ്റു എന്നാക്കിയിട്ട് മാറ്റാം. അങ്ങനെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത് വരുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ഇടണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിൽക്രമം എന്ന് പറയും. 1/2ൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ ഈ ഛേദത്തിലെ 2 മുകളിലെ അംശത്തിൽ എഴുതുക, അംശത്തിലുള്ള 1 താഴെ എഴുതുക. അതാണ് വിൽക്രമം, റെസിപ്രോക്കൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹരണം ഗുണനമാക്കി മാറ്റി അല്ലേ? ഡിവിഷൻ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക മുകളിൽ ചെയ്ത പോലെ. 5 × 2 10 മുകളിൽ എഴുതുന്നു. താഴെ 9 × 1 9 എഴുതുന്നു. ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഇത് നോക്കിയാൽ നമുക്ക് ഇതും ഈ ഡിവിഷൻ -4/5 ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു എന്നാക്കിയിട്ട് 2/5ൻ്റെ വിൽക്രമം 5/2 ഇങ്ങനെ എഴുതി ചെയ്താൽ മതി. ഇവിടെ ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കണം. ഈ ഇൻറ്റു കഴിഞ്ഞിട്ട് മുകളിൽ ഒരു 5ഉം താഴെ ഒരു 5ഉം വന്നാൽ ഈ 5ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം -4/2 എന്നായിരിക്കും ആൻസർ വരിക. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × -4 ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് -20 കിട്ടും അല്ലേ? ഡിവൈഡഡ് ബൈ 5 × 2 ചെയ്താലോ 10 കിട്ടും. ഇത് കറക്റ്റ് ഡിവിസിബിൾ ആണ്. 20നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റും. 20നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 എന്ന് കിട്ടും. മുകളിൽ മൈനസും അടിയിൽ പ്ലസ്സും ആണ്. ഒരു മൈനസും പ്ലസ്സും ഒക്കെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈനസാണ് കിട്ടുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നെഗറ്റീവിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 20/10 ചെയ്താൽ 2 കിട്ടുന്നു. മുകളിൽ മൈനസ് ആയതുകൊണ്ട് ആൻസർ -2 എന്നുള്ള ആൻസറിലേക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഇതും അതേപോലെ 8/3 കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു എന്നാക്കിയിട്ട് എഴുതാം. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടണം അല്ലേ? ഇപ്പം 4ൻ്റെ താഴെ ഒരു 1 ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാലോ. ഏത് നമ്പറിൻ്റെയും ഡിനോമിനേറ്ററിൽ നമുക്ക് 1 കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെസിപ്രോക്കൽ എഴുതുന്ന സമയത്ത് 1 മുകളിൽ വരും, 4 അടിയിൽ വരും. നേരത്തെ ഇവിടെ 5 കട്ട് ചെയ്ത പോലെ ഈ 8ഉം ഈ 4ഉം കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 4ഉം 8ഉം കട്ട് ചെയ്ത് അവിടെ 2 കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം സിംപ്ലിഫൈ ചെയ്താലും മതി. 8 × 1 മുകളിൽ നമുക്ക് 8 കിട്ടുന്നു. താഴെ 3 × 4 12 കിട്ടുന്നു. ഈ 8ഉം 12ഉം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8ൽ 4 പോവും, 12ലും 4 പോവും. 8ൽ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് കിട്ടും. അങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഫ്രാക്ഷൻസിൻ്റെ ഭിന്നസംഖ്യകളുടെ ഗുണനവും ഹരണവും മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.